ഇപ്പം നമ്മൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വില വർദ്ധിക്കുന്ന രണ്ട് സാധനങ്ങളാണ് സ്വർണവും ബിറ്റ്കോയിനും. കാരണം അതിനെക്കുറിച്ചാണ് കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത്. കാരണം അതിൻ്റെ വില കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ 2008 സ്വർണത്തിൻ്റെ വിലയെന്ന് പറയുന്നത് 12,000 രൂപയായിരുന്നു. അതുപോലെ ബിറ്റ്കോയിൻ്റെ വിലയെന്ന് പറയുന്നത് 34 പൈസയായിരുന്നു. പക്ഷേ ഇപ്പം സ്വർണത്തിൻ്റെ വിലയെന്ന് പറയുന്നത് 54,000 രൂപയായി. പക്ഷേ ബിറ്റ്കോയിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 80 ലക്ഷമാണ്. അപ്പോൾ അത്രത്തോളം മൂല്യം വർദ്ധിക്കുന്ന രണ്ട് സാധനങ്ങളാണ് സ്വർണവും ബിറ്റ്കോയിനും. പക്ഷേ ഈ സ്വർണത്തെക്കാൾ കൂടുതൽ മൂല്യം വർദ്ധിക്കുന്ന ഒരു സാധനമുണ്ട്. പക്ഷെ നമ്മളങ്ങനെ ആരും അത് ശ്രദ്ധിക്കാറില്ല. അത് വേറൊന്നുമല്ല, നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു സാധനം വെള്ളിയാണ്. വെള്ളി എന്ന് പറയുന്ന ഒന്നും, അതായത് സൈലൻ്റ് ആയിട്ട് വില കൂടിക്കൂടി വരുന്നൊരു സാധനമാണ് വെള്ളി എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച വെള്ളിയുടെ വില എന്ന് പറയുന്നത് 20% എമൗണ്ടാണ് കൂടിയത്. അപ്പോൾ സ്വർണത്തിൻ്റെ വില നമുക്കിപ്പോൾ 54,000 രൂപയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരാഴ്ച കൂടിയ വർദ്ധിക്കുന്നതിൻ്റെ എസ്റ്റിമേറ്റ് നോക്കുമ്പോഴത്തേന് അതിന് സ്വർണത്തിൻ്റെ വില കൂടിയെന്ന് പറഞ്ഞാൽ 10%. പക്ഷേ വെള്ളിയുടെ വില കൂടിയെന്ന് പറയുന്നത് 20%. വെള്ളിയുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് BC 3000 ഇന്നത്തെ തുർക്കിയിലെ അനിറ്റോളിലായിരുന്നു വെള്ളി ആദ്യമായിട്ട് ഖനനം ചെയ്ത് കണ്ടെത്തിയത്. നമ്മൾ സ്വർണ്ണം ഫിസിക്കലി വാങ്ങുന്ന പോലെ തന്നെ നമ്മൾ സിൽവറും വാങ്ങാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 6 മാസത്തിനിടെ സിൽവറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 25%. അപ്പം ETF ഫണ്ടിൽ 650 കോടിയാണ് സിൽവറിന് മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത്. ഇപ്പോൾ സിൽവറിന് കൂടുതലും ഇൻവെസ്റ്റ് കൂടാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് അമേരിക്കയിൽ അവർ പലിശ വളരെയധികം കുറയ്ക്കുകയുണ്ടായി. അപ്പോൾ പലിശ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റും ആൾക്കാർ പിൻവലിക്കും. അപ്പം സ്വർണം പോലുള്ള ഇപ്പോൾ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തവർ പലിശ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പിൻവലിക്കും. അപ്പോൾ അങ്ങനെ സ്വർണത്തിൽ നിന്ന് മാറി പലരും മറ്റ് പല ഇതിലോട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സിൽവറിന് ഇൻവെസ്റ്റ് കൂടുമ്പം അതിൻ്റെ പലിശയും കൂടുക, പലിശയുടെ എമൗണ്ടും കൂടും. അങ്ങനെയാണ് സിൽവറിന് കൂടുതൽ ഇൻവെസ്റ്റ് വർദ്ധിക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ ഒരു നിഗമനം പറയുകയാണെങ്കിൽ, ഇപ്പം ട്രംപ് കഴിഞ്ഞ അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രംപ് അധികാരത്തിലേറിയ കുറഞ്ഞ പലിശ ഇനി കൂട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പം നിങ്ങൾക്ക് ഗോൾഡ് പോലെ തന്നെ ഈ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും ഫ്യൂച്ചറിലൊക്കെ. അപ്പം സിൽവറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 8ാം സ്ഥാനമാണ്. അപ്പം ഇപ്പോൾ ബിറ്റ്കോയിൻ സിൽവറിനെ മറികടന്ന് 1ാം സ്ഥാനത്തേക്ക് എത്താനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ സിൽവറിൻ്റെ സ്ഥാനം 8ൽ നിന്ന് പുറകോട്ട് പോകാനുള്ള സാധ്യതകൾ കുറവാണ്. അത് ഇനി വരും കാലങ്ങളിൽ ചിലപ്പം 7ഓ 6ഓ പൊസിഷനിലോട്ട് സിൽവർ എത്താം. അപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സിൽവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് രാജസ്ഥാനിലാണ്. അപ്പം ഇപ്പോൾ സ്വർണ്ണത്തെ പോലെ തന്നെ സിൽവറിനും വളരെയധികം മൂല്യം നിൽക്കുന്നത് കൊണ്ട് അപ്പം സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഫ്യൂച്ചറിൽ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പം നിങ്ങൾക്ക് സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ബിസിനസ് തുടങ്ങാനൊക്കെ പറ്റിയൊരു സമയമാണിത്. കാരണം അതിൻ്റെ മൂല്യം ഒരുപാട് വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം നിങ്ങൾക്കത് ഇൻവെസ്റ്റ് ചെയ്യുകയും ബിസിനസ് ചെയ്യുകയൊക്കെ ചെയ്യാം.